പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ച ദിനത്തിലെ സ്വർഗം നമുക്ക് നൽകുന്ന വചനം അത് പരിശുദ്ധ മാർപ്പാപ്പയുടേതാണ്. പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിലൂടെയല്ലേ നമ്മൾ യൂറോപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകാൻ പറ്റുന്നില്ല, യൂറോപ്പിലേക്കാണെങ്കിലും ഗൾഫ് റീജിയൻ മാറിപ്പോകണം, അങ്ങനെയല്ലേ. ശരിക്കും പരിശുദ്ധ പിതാവിൻ്റെ ഒരു കോട്ട് ഭയങ്കര ഒരു വളരെ ചിന്തോദീപകമായൊരു കോട്ടാണ്. ഇതെങ്ങനെയാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്? ആകാശം സമാധാനത്തിൻ്റെ പാതകളാൽ നിറയട്ടെ. പറയാണ്, വിമാനങ്ങൾ എപ്പോഴും സമാധാനത്തിൻ്റെ വാഹനങ്ങൾ ആയിരിക്കട്ടെ, ഒരിക്കലും യുദ്ധത്തിനുള്ളതാകരുത്. മാർപ്പാപ്പയുടെ ശരിക്കും ക്രിസ്തുവിൻ്റെ വികാരി, ഭൂമിയിലെ ക്രിസ്തുവിൻ്റെ വികാരിയാണ് പരിശുദ്ധ പിതാവ്. പരിശുദ്ധ പിതാവിനെയൊക്കെ തിരുത്താനായിട്ടും ചൊൽപ്പടിയിൽ നിർത്താനൊക്കെ ആയിട്ട് ലോക നേതാക്കളൊക്കെ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും പിതാവ് ശരിക്കും സത്യത്തിൻ്റെ സ്വരമായിട്ട് ഇന്നും സഭ സത്യത്തിൻ്റെ സ്വരമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് പ്രത്യാശയ്ക്ക് ഒരുപാട് വകയുള്ള ഒരു കാര്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധ പിതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, യുദ്ധക്കൊതിയന്മാരെ, നമ്മുടെ പണ്ടത്തെ പ്രാർത്ഥനയിലേക്കുള്ളതാണ്, യുദ്ധക്കൊതിയന്മാരെ ചിതറിക്കണമേ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് പ്രാർത്ഥനകളുണ്ടായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവിനോട് ചേർന്ന്. നമുക്കും ഈ യുദ്ധത്തിൻ്റെതായ ഒരു ആയുധ കച്ചവടം, നമ്മളറിയാത്ത ഒരുപാട് ബിസിനസ്സിന് പുറകിൽ ഉണ്ട്. നമ്മുടെ കാര്യമായിട്ടൊന്നും അറിയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തീവ്രവാദമുണ്ട്, ഒരുപാട് യുദ്ധത്തിന് ബിസിനസ് ഉണ്ട്. അപ്പോൾ ശരി കർത്താവേ, ഈശോയെ സമാധാനം നൽകണമേ എന്ന് സമാധാനത്തിൻ്റെ രാജാവായ ഈശോയെ പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയിലും എത്രയോ തവണ സമാധാനം നിങ്ങളോട് കൂടെ പറയുന്നു അല്ലേ. ശരിക്കും ഈശോ തന്നെയാണ് സമാധാനം. ആ സമാധാനത്തിൻ്റെ രാജാവായ യേശു ലോക സമാധാനത്തിന് കാരണമാകട്ടെ. യേശുവിന് അതുവഴി രക്ഷകനും നാഥനുമായിട്ട് അംഗീകരിക്കുവാൻ ലോകത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.